ലൈവിൽ വീട്ടിലാണ്. സമയത്ത് ഈ ബോട്ടിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാവരും ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിയറ്റ്നാമീസ് കപ്പൽ അടുത്തേക്ക് വരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തുടർന്ന് ഈ കപ്പൽ വന്ന് ബോട്ടിലിടിക്കുകയും ബോട്ട് പൂർണ്ണമായും തകർന്ന് മുങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രണ്ടാമത്തെ ആളെ കൂടി ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു ഉത്തരേന്ത്യൻ സ്വദേശിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ബോട്ടിലുള്ളവരുടെ പേര് വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷെ അതേസമയം 9 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 4 പേർ തമിഴ്നാട് സ്വദേശികളാണ്, 5 പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ബോട്ടുടമയും അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരും നമുക്ക് നൽകുന്നത്. എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമാണ്. എന്തായാലും ഇനി 2 പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളത് ആശങ്ക വരുത്തുന്ന കാര്യമാണ്. കാരണം ഇന്നലെ 11 മണിയോടുകൂടിയാണ് അപകടം നടക്കുന്നത്. ഇതുവരെയും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം ഇവരെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കോസ്റ്റ് ഗാർഡ് അടക്കം ഉള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അപകടം നടന്ന ഉടൻ തന്നെ ഈ ഇടിച്ച കപ്പലിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ്. അപകടം നടന്ന ഉടൻ തന്നെ അവർ കപ്പൽ നിർത്തുകയും അതിനോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ബോട്ടിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്റെ ഭാഗമായി തന്നെയാണ് 9 പേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. എന്തായാലും സംയുക്തമായ ആ ദൗത്യത്തിലൂടെ ലക്ഷ്യമെടുത്തി ദുരിതം ഹാർബറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് അടിയന്തരമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയ ശേഷമായിരുന്നു ഇതിലുള്ള ബർത്ത്ഡേ കഴിഞ്ഞല്ലേ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? വെബിലും പറഞ്ഞു.